പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കൊച്ചുരേശ്വര സ്പിരിച്വൽ സെൻ്ററിന് വേണ്ടി നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. മനഃശാസ്ത്രം മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ആ 3 ക്ലാസ്സുകളും കേൾക്കാത്തവർ കേൾക്കണം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ സന്ദേശത്തിലേക്ക് വരണം എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ 3ാമത്തെ ക്ലാസ് നടത്തിയത് വ്യക്തിത്വ വൈകല്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ചിന്തകൾ, പെരുമാറ്റങ്ങൾ, വികാരങ്ങൾ അത് സ്ഥായിയായിട്ട് നിൽക്കാതെ ഏറ്റക്കുറച്ചിലുണ്ടാകുന്നതിനെയാണ് വ്യക്തിത്വ വൈകല്യം എന്ന്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് നമ്മൾ ചുരുങ്ങിയ വാക്കിൽ മനസ്സിലാക്കി. ആ ക്ലാസ് കേൾക്കണം. ഇപ്പോൾ വ്യക്തിത്വ വൈകല്യങ്ങളെ 3 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. 1ാമത്തെ ഗ്രൂപ്പ് അത് സമൂഹമായിട്ട് ഇടപെടാൻ താല്പര്യമില്ലാത്തവരാണ്, എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നവരാണ്, യാതൊരു വികാര പ്രകടനങ്ങളില്ലാത്തവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ ഗ്രൂപ്പിലെ 1ാമത്തെ ഗ്രൂപ്പിലെ 3 തരക്കാരുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. പരനോയിഡ് അഥവാ സംശയരോഗികൾ, സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ, അതായത് എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കുന്നവർ, അല്ലെങ്കിൽ സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ, അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള ശക്തി, ഞങ്ങൾക്ക് ചിന്തകൾ, ശക്തി, കഴിവുകൾ ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്നവർ. അതിൽ 1ാമത്തെ ഗ്രൂപ്പിലെ 1ാമത്തെ തരക്കാരെക്കുറിച്ച് ഇന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ സംശയരോഗം. ഒരു സിനിമ കുറേ നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയതാണ്. ശ്രീനിവാസനാണ് അതിൽ ഭർത്താവിൻ്റെ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. പാർവതിയാണ് ഭാര്യയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കവർ തൽക്കാലത്തേക്ക് സരിത, സജിൻ എന്ന് വിളിക്കാം. ഇപ്പം സജിൻ സരിതയെ വിവാഹം കഴിച്ചു. സരിതയെ സന്തോഷിപ്പിക്കലാണ് തുടക്കം മുതലേ സജിൻ്റെ ലക്ഷ്യം. പാട്ടുപാടാത്ത സജിൻ പാട്ടുപാടാൻ ശ്രമിക്കുന്നു. തമാശകൾ പറയാത്ത സജിൻ ഭാര്യയ്ക്ക് വേണ്ടി തമാശകൾ പറയുന്നു. ഒരു ദിവസം സിനിമയ്ക്ക് പോകുന്ന 2 പേരും കൂടി അവിടെ വെച്ച് ഏതോ വ്യക്തി സരിതയുടെ ചന്തിയിൽ ചവിട്ടിയെന്നും അങ്ങനെ സിനിമ ഇടയ്ക്ക് വെച്ച് തിരികെ പോകുന്നു. അപ്പോൾ സരിത സിനിമ നടന്മാരൊക്കെ സുന്ദരന്മാരാണ്, മദ്യപാനികളാണെന്ന് പറഞ്ഞപ്പോൾ സജിൻ മദ്യപിക്കാൻ തുടങ്ങുന്നു. കുടുംബ കലഹമുണ്ടാകുന്നു. കുടുംബം അവരെ വിട്ടുപോകുന്നു. സജിൻ്റെ സംശയങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഒരിക്കൽ ഓട്ടോബയോഗ്രാഫിയിൽ ഒരു സുഹൃത്തിൻ്റെ 2 വരികൾ വായിക്കുന്നതോടെ സജിൻ്റെ സംശയങ്ങൾ ഇരട്ടിച്ചു വരുന്നു. നിർഭാഗ്യവശാൽ പ്രസ്തുത സുഹൃത്ത് പോലീസ് ഓഫീസറായിട്ട് സജിനും സരിതയും താമസിക്കുന്ന ഇടത്തേക്ക് താമസം മാറ്റി വരുന്നു. ആ പോലീസ് ഓഫീസറായിട്ടുള്ള സുഹൃത്തിൻ്റെ സഹോദരി സരിതയുടെ കൂട്ടുകാരിയാണ്. ഒരു ദിവസം അവളെ സന്ദർശിക്കാൻ വരുന്നു. ആ കൂട്ടുകാരി പറയുന്നു, സരിതയെ ആ പോലീസ് ഓഫീസർ ആ സുഹൃത്തിന് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇതെല്ലാം സജിൻ എന്ന ഭർത്താവ് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നു. സംശയം ഇരട്ടിച്ചു വരുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സരിതയ്ക്ക് വേണ്ടി കാവൽ ചോദിക്കുന്നു. എൻ്റെ ഭാര്യയ്ക്ക് കാവൽ നിൽക്കണം. ഒരു ദിവസം ഭാര്യയെ ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ട്, തൻ്റെ സംശയം ഉറപ്പിക്കാൻ വേണ്ടി അടുത്തൊരു ഹോട്ടലിൽ താമസിക്കുന്നു. അന്ന് രാത്രി കാമുകനാണെന്ന് വിചാരിച്ച് സ്വന്തം അപ്പൻ സരിതയെ അച്ഛൻ സരിതയെ കാണാമെന്നപ്പോൾ തലയ്ക്കടിക്കുന്നു. അങ്ങനെ മാനസിക രോഗാവസ്ഥയിലാകുന്നു. മാനസിക രോഗ ചികിത്സയ്ക്ക് പോകുന്നു. സജിൻ അവസാനം മാനസിക രോഗമൊക്കെ മാറിയെന്ന് പറഞ്ഞ് സരിതയെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരാൻ ചെല്ലുന്നു. സരിതയുടെ മാതാപിതാക്കൾക്ക് താല്പര്യമില്ല.
പക്ഷേ സരിത തന്നെ അവസാനം സ്വനിർബന്ധത്താൽ സജിൻ്റെ കൂടെ പോരുന്നു. അന്ന് രാത്രി അവർ ഒരുമിച്ച് കിടന്നുറങ്ങുന്നു. ഭാര്യ സരിത ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ രാത്രിയിലും സജിൻ ടോർച്ചെടുത്ത് ചുറ്റുപാടുമൊക്കെ ഇങ്ങനെ ടോർച്ചടിച്ച് നോക്കുകയാണ്, ആരെങ്കിലും തൻ്റെ ഭാര്യയെ അന്വേഷിച്ച് വന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട്. ഇതാണ് സംശയരോഗം. നല്ലൊരു കഥയാണ് അത് കാണുവാനായിട്ട്. എങ്ങനെയാണ് ഈ സംശയം വളർന്നു വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു യഥാർത്ഥ സംഭവം പറയാം, എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുന്നു. അപ്പോൾ കൂട്ടുകാരൊക്കെ ചോദിക്കണം, ഇത്രയും സുന്ദരിമാരായിട്ടുള്ള പെൺകുട്ടികൾ ആ നാട്ടിൽ ഇനിയുണ്ടോ എന്ന്. അപ്പം അദ്ദേഹം മദ്യപിക്കുന്ന വ്യക്തിയാണ്. ഒരു ദിവസം മദ്യപിച്ച് അവളുടെ വീട്ടിലായിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ താഴെ വീഴുന്നു. ഇവളിത് പൈസ കണ്ടിട്ട്, ചേട്ടാ ഇതാ പൈസ എന്ന് പറഞ്ഞ് എടുത്ത് കൊടുക്കുന്നു. ആരോ നിനക്ക് പൈസ എറിഞ്ഞിട്ട് തന്നതാണ്. ഞാൻ അനുദിന ജീവിതത്തിൽ ഒരുപാട് കഷ്ടത അനുഭവിച്ച ഒരു സ്ത്രീയെ എനിക്കറിയാം. സംശയം, എല്ലാ കാര്യത്തിലും സംശയിക്കുന്നവരായിരിക്കും അവർ. അതിനൊരു പ്രത്യേക വശമൊന്നുമില്ല. എന്തുകൊണ്ട് അവർ സംശയിക്കുന്നു, അതിന് വല്ല റിയാലിറ്റി ആയിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമൊന്നുമില്ല. പക്ഷെ സംശയമാണ്. എല്ലാ കാര്യത്തിലും, എല്ലാ സാഹചര്യത്തിലും, എല്ലാ ഇടപെടലുകളിലും സംശയിക്കുന്നവരെയാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുക. ബെൻസ്റ്റെയിൻ കൂടെ ഉസാഡെ എന്നീ 2 മനഃശാസ്ത്രജ്ഞന്മാർ 2007 നടത്തിയ പഠനത്തിൽ പറയുന്നത് സുഹൃത്തുക്കളെ പോലും ഇവർ സംശയിക്കുന്നവരായിരിക്കും എന്നറിയുന്നത്. ഒരു സംഭവം കേട്ടിട്ടുണ്ട്. 2 സുഹൃത്തുക്കൾ വളരെ അടുത്ത് ഇടപഴകുന്നവരായിരുന്നു. പക്ഷെ ഒരു ദിവസം ഭക്ഷണ സമയത്ത് ഈ സുഹൃത്തുക്കൾ പരസ്പരം ഇടയാനായിട്ട് കാരണമായിട്ട് എന്തോ പറഞ്ഞ് അവർ വാക്കുതർക്കമായി. അപ്പോൾ മറ്റേ സുഹൃത്ത് ആരോടൊപ്പം എന്തോ പറഞ്ഞ് കളിയാക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ വിചാരം ഇവനെ കളിയാക്കി ചിരിക്കുകയാണെന്ന്. അപ്പോൾ സുഹൃത്തുക്കളുടെ പോലും സ്നേഹത്തെ സംശയിക്കുന്നവരായിരിക്കും ഇവരെന്നാണ് ബെൻസ്റ്റെയിനും ഉസേഡയുടെയും അഭിപ്രായം 2007 നടത്തിയ പഠനങ്ങളിൽ. ഇനി ഫോൾക്ക്മാൻ 2009 നടത്തിയ പഠനത്തിൽ വേറെ ഒന്നുകൂടി കണ്ടെത്തി. സംശയം മാത്രമല്ല, വൈരാഗ്യവും കൂടി ഇവർക്കുണ്ടായിരിക്കും എന്ന് പറയണേ. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പോലും ഇവർ ചിന്തിക്കുമെന്ന്. അതായത് സ്ട്രെസ്സ് ഏറിയും കുറഞ്ഞും ഇരിക്കും ഇങ്ങനെയുള്ള സംശയിക്കുന്നവർക്ക് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ആധുനിക യുഗത്തിൽ വിവാഹമോചനത്തിൻ്റെയൊക്കെ ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിലൊക്കെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഒരേ വിഷയം തന്നെ റിപ്പീറ്റഡായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഞാൻ എന്നും കൗൺസിലിങ്ങിലൊക്കെ കേൾക്കുന്നതാണ്. ഭർത്താവിൻ്റെ ഫോണിലെ സന്ദേശങ്ങൾ ഭാര്യ വായിക്കുന്നു, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തേടിപ്പോകുന്നു, ഭർത്താവും ഭാര്യയുമായിട്ട് കലഹമാകുന്നു, ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, വിവാഹമോചനത്തിൽ കലാശിക്കുന്നു. നേരെ തിരിച്ചും ഭാര്യയുടെ ഫോണിൽ സന്ദേശങ്ങൾ കാണുന്നു, അത് ചോദ്യം ചെയ്യുന്നു, വഴക്കാകുന്നു, കലഹമാകുന്നു, വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു, ചിലത് വിവാഹ മോചനത്തിൽ വരെ എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ഇതിൻ്റെയൊക്കെ പിറകിലുള്ള യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യമാണോ അതോ സംശയമാണോ? ഞാനെപ്പോഴും സംശയിക്കുന്നൊരു കാര്യമാണ്, ഞാൻ എൻ്റെ ഗവേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും ഇങ്ങനെ സംശയിക്കുന്ന, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാവുന്നതുവരെ കണ്ടെത്താനായിട്ട് പിറകെ പോകുന്ന ഒരു ഭാര്യ, അല്ലെങ്കിൽ ഒരു ഭർത്താവ്, അല്ലെങ്കിൽ ഒരു കാമുകൻ, ഒരു കാമുകിക്ക് ഇവർക്ക് മുൻപേ ഒരു കാമുകൻ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇവർക്ക് മുമ്പേ ഒരു കാമുകി ഉണ്ടായിരുന്നോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ വളരെ സത്യസന്ധയായിട്ട് നിർമ്മലയായിട്ട് ജീവിക്കുന്ന ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ്, അവർക്ക് സംശയത്തിൻ്റേതായിട്ടുള്ള ഒന്നും ലെവലേശം പോലും ഉണ്ടാവുകയില്ല. എൻ്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭാര്യ മറ്റൊരാളുടെ കൂടെ യാത്ര ചെയ്താലോ, അല്ലെങ്കിൽ കുടുംബ സുഹൃത്തുക്കളുടെ കൂടി ആയിരുന്നാലോ ഒന്നും ഒരു പ്രശ്നവും ഇല്ലാത്ത ഭർത്താക്കന്മാരുണ്ട്. അതുപോലെ ഭർത്താവ് അങ്ങനെ പോയാൽ ഒരു പ്രശ്നവും സംഭവിക്കാത്ത ഭാര്യമാരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് യഥാർത്ഥത്തിൽ ഈ സംശയത്തിൻ്റെ വേരുകൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഫോൾക്ക്മാൻ്റെ പഠനങ്ങളൊക്കെ പറയുന്നത് ഒരു പക്ഷേ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ഒരു സംശയത്തിൻ്റെ നാമ്പുകൾ ഇവരുടെ ജീവിതത്തിൽ കയറി പറ്റിയിട്ടുണ്ടാകുമെന്നുള്ളതാണ്. ജനറ്റിക്കായിട്ട് എന്നൊക്കെ നമുക്ക് പറയില്ലേ. വലിയ വലിയ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സംശയത്തിൻ്റെ വേരുകൾക്ക് കാരണം നമുക്കിപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കാറില്ല. എന്നാൽ മനഃശാസ്ത്ര മാനസിക അസ്വസ്ഥതകളിൽ ഏറ്റവും വലുതാണ് സംശയം എന്നുള്ള അവസ്ഥ. സംശയിക്കുന്ന വ്യക്തികളെ തിരുത്താനായിട്ട്, മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവർ സംശയിക്കുന്നതിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. അത് ഏത് സാഹചര്യമാണെന്ന് നോക്കാം, ഏത് സാഹചര്യമാകാം, ഏത് ഇടപെടലുകളുമായിരിക്കാം, എല്ലാത്തരം അവസ്ഥകളിലും ഇവർ സംശയിക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ അതിൽ കുറേ യാഥാർത്ഥ്യങ്ങൾ ഇവർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കാറുമുണ്ട്. ആധുനിക ലോകത്ത് നമ്മുടെ ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒക്കെ ഒരുപാട് പഠിച്ചവരാണ്, ഒരുപാട് അറിവുള്ളവരാണ്. പക്ഷേ അവരുടെ ദൈനംദിന ജീവിതത്തിൽ തുടർച്ചയായിട്ട് തൻ്റെ ഓഫീസിലെ ഒരു സുഹൃത്ത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭർത്താവിന് സംശയം ഈ ഭാര്യയ്ക്ക് ഇനി ഇയാളുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഓഫീസിൽ ഒരു പെൺസുഹൃത്ത് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കുക, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുക, അതൊരു യാഥാർത്ഥ്യമാണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ചിലരൊക്കെ അത് യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പിച്ച് ചിന്തിക്കുക തന്നെ ചെയ്യും. അപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് ഭാര്യയോ ഭർത്താവോ പറഞ്ഞാലും ആ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് ചില ഭാര്യമാർക്കോ ചില ഭർത്താക്കന്മാർക്കോ സാധിക്കാതെ വരുന്നുണ്ട്. ഇതാണ് സംശയം എന്ന് പറയുന്നത്. അവർ ആ സംശയത്തിൻ്റെ അവസ്ഥ അവരിൽ നിന്ന് വിട്ടുപോകുന്നപ്പോൾ അതിൻ്റെ റിയാലിറ്റി വന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ പോലും ആ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ചില ഭർത്താക്കന്മാർക്കോ ചില ഭാര്യമാർക്കോ സാധിക്കാറില്ല. എല്ലാ തലങ്ങളിലും ഉണ്ടെങ്കിലും നമ്മൾക്ക് ഇന്ന് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് ദാമ്പത്യ ബന്ധങ്ങളിലാണ്. ദാമ്പത്യ ബന്ധങ്ങളിലൊക്കെ ഒരുപാട് ഉലച്ചിലുകൾ ഈ കാലഘട്ടത്തിൽ ഈ സംശയത്തിൻ്റെ പേരിൽ നടക്കാറുണ്ട്. പിന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു യുഗം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും പെൺസുഹൃത്തുക്കളും ആൺസുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വിവാഹം എന്ന കുദാശയിലേക്ക് അതേത് വിഭാഗത്തിലായാലും കടന്നു വരിക. അപ്പോൾ ആ ബന്ധങ്ങൾ അല്ലെങ്കിൽ ആ സന്ദേശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചകളൊക്കെ പിന്നീടും വിവാഹത്തിന് ശേഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും സംശയത്തിൻ്റെ വേരുകൾ വളരുവാനായിട്ട് പടർന്ന് ഇറങ്ങുവാനായിട്ട് കാരണമായിട്ട് തീരാറുണ്ട്. അപ്പോൾ സംശയം എന്നുള്ളത് വലിയൊരു രോഗാവസ്ഥയാണ് മനഃശാസ്ത്രത്തിൽ. അപ്പോൾ അതിനെ കണ്ടെത്താനായിട്ടുള്ള പഠനങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തിനെ സംശയിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അപ്പം സംശയിക്കുന്ന ഒരവസ്ഥ പേഴ്സണാലിറ്റിയുമാകാം, പേഴ്സണാലിറ്റി ഡിസോർഡറുമാകാം. ഇപ്പോൾ സാധാരണയായിട്ട് നമുക്കൊരു ചെറിയ സംശയം ഉണ്ടാകും, ബസ് വരുമോ ആവോ, കാരണം ഇന്ന് ബന്ധാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതൊരു സംശയമാണ്, അതൊരു ന്യായമായിട്ടുള്ളൊരു സംശയമാണ്. ഇപ്പോൾ ആ കുട്ടി മുകളിലേക്ക് അങ്ങ് കയറുക, ടെറസിൻ്റെ മുകളിലൊക്കെ പിടിച്ച് നിൽക്കുമോ, അവൻ താഴേക്ക് നോക്കുമോ, ഇതൊരു സംശയമാണ്. ഇത് പേഴ്സണാലിറ്റിയാണ്. ആ പേഴ്സണാലിറ്റി ന്യായമായിട്ടും സംശയിക്കേണ്ടതാണ്. രാത്രിയിൽ കാടിൻ്റെ അകത്തുകൂടി പോകുന്ന സമയത്ത് വല്ല പാമ്പോ പഴുതാരയൊക്കെ ഉണ്ടാവുമോ, ഒരു സംശയമാണ്. ആ സംശയം ഒരു മുൻകരുതലെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും. എന്നാൽ അത് ദോഷമായിട്ട് തീരുന്നത് എപ്പോഴാണ്? നമുക്ക് നമ്മുടെ കുടുംബത്തിലെ മാതാപിതാക്കളെയോ സുഹൃത്തുക്കളെയോ സഹോദരങ്ങളെയോ ഭാര്യയെയോ ഭർത്താവിനെയോ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ, അത് നമ്മുടെ ജീവിത ബന്ധങ്ങളെ, അതാണ് വാക്ക്, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവിത ബന്ധങ്ങളെ, നമ്മുടെ റിലേഷൻഷിപ്പിനെ ഇതെല്ലാം സാരമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംശയരോഗം തന്നെയാണ്. അപ്പം നമുക്കറിയാം പാരനോയിഡ് എന്നുള്ള അവസ്ഥ, ആ പാരനോയിഡ് പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് കാണാം, പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറുമുണ്ട്.
അപ്പം ന്യായമായിട്ട് നമുക്കുണ്ടാകുന്ന സംശയങ്ങളെ അതിന് പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ന്യായമല്ലാത്ത, അതായത് എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ വ്യക്തിബന്ധങ്ങളെ, എൻ്റെ കുടുംബജീവിതത്തെ അത് സാരമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഡിസോർഡർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു അവസാനമായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം പറയാനാണെങ്കിൽ വളരെ സുഹൃത്തുക്കളായിട്ട് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സായിട്ട് ജീവിച്ച ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും, കാലക്രമത്തിൽ ആ പെൺകുട്ടിയും ബ്രേക്കപ്പ് ആവാന്ന് പറയില്ലേ, ബ്രേക്കപ്പായി. അപ്പോൾ ഇവളെക്കുറിച്ച് എപ്പോഴും പറയാറുള്ളൊരു സുഹൃത്ത് തന്നെയാണ് പിന്നീട് ഇവളെ വിവാഹം കഴിച്ചത്. ഇപ്പം ആ പയ്യനും ആ ചെറുപ്പക്കാരനും വിവാഹം കഴിച്ചു. പക്ഷേ ഭാര്യ നല്ലൊരു ഭാര്യയാണ്, അവൻ പറയണത് അതിസുന്ദരിയാണ്, നല്ല സ്വഭാവമാണ്. പക്ഷെ എപ്പോഴും ഒരു സംശയമാണ്. വിളിച്ചാൽ ഫോൺ എടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ മറുഭാഗത്തുനിന്ന് തിരക്കാണെന്ന് പറഞ്ഞാൽ ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഈ അസ്വസ്ഥത അങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പം അത് മാറണമെങ്കിൽ സ്വയം ഒരു ബോധ്യത്തിലേക്ക് വരണം. കാരണം തൻ്റെ ജീവിതത്തിൽ പൂർവ്വകാലങ്ങളിലുണ്ടായ അനുഭവങ്ങളാണ് ഇതുപോലൊരു ചിന്തയിലേക്ക് അവനെ എത്തിച്ചേർത്തത്. അപ്പം അതിൽ നിന്ന് വിമുക്തി എടുക്കാനായിട്ട് ഒരുപാട് കാലങ്ങളെടുക്കും. ഇപ്പോൾ നമ്മൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും അതിൻ്റെ മുറിവുകൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നത് പോലെ സംശയത്തിൻ്റെ വേരുകൾ അങ്ങനെ നിലനിൽക്കും. കാരണം തൻ്റെ പൂർവ്വകാല അനുഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടുമോ എന്നുള്ളൊരു ഭീതിയാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് വിമുക്തി നേടണമെങ്കിൽ നമുക്കൊരു ബോധ്യത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കണം. റിയാലിറ്റി, യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യം എന്താണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ സംശയം എന്ന അവസ്ഥയെ നമുക്ക് ദൂരീകരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കൺക്ലൂഷനായിട്ട് അവസാനമായിട്ട് പറയാനായിട്ടുള്ളതും എനിക്കിതാണ്. നമുക്കുണ്ടെങ്കിൽ അത് സംശയമാണോ അതോ സംശയ രോഗമാണോ എന്നൊന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. സംശയമാണെങ്കിൽ അത് എന്നെയോ, എൻ്റെ ജീവിതത്തെയോ, എൻ്റെ കുടുംബജീവിതത്തെയോ, മറ്റ് കുടുംബജീവിതങ്ങളെയോ വ്യക്തികളെയോ അത് സാരമായിട്ട് ബാധിക്കില്ല. മറിച്ച് എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ വ്യക്തിജീവിതത്തെ, എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ അത് ദോഷമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംശയ രോഗം, പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയാണെന്ന് നമ്മൾക്കൊരു നിഗമനത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പം നമുക്കറിയാവുന്നവർക്കോ യഥാർത്ഥത്തിലുണ്ടെങ്കിൽ അവർ സംശയ രോഗത്തിനടിമകളാണോ അതോ അവർക്കിടെ സംശയ ന്യായമാണോ എന്നുള്ളൊരു ബോധ്യം, ഒരു അവബോധത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ ക്ലാസ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളെയൊക്കെ യാഥാർത്ഥ്യമായിട്ട് തട്ടിച്ചു നോക്കുവാനായിട്ട്, യാഥാർത്ഥ്യത്തിലേക്ക് വരുവാനായിട്ട്, സംശയമെന്ന അവസ്ഥ യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുവാനായിട്ട്, ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ എഴുതണേ. കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട്, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളനുസരിച്ച് ക്ലാസ്സിന് വേണ്ട ഭേദഗതികളൊക്കെ വരുത്തുവാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് എന്നുകൂടി അറിയിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.